എല്ലാവർക്കും നമസ്കാരം. സൗത്ത് കൊറിയ ജപ്പാൻ ടൂറിൻ്റെ പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നത് ജോംബോങ്കും പാലസാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് സോളിലാണ്. സോളിൽ പ്രധാനമായി 5 കൊട്ടാരങ്ങളാണുള്ളത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള കൊട്ടാരമാണ് ജോംബോങ്കു. കൊട്ടാരത്തിൻ്റെ മതിൽക്കെട്ടും പടിപ്പുരയുമാണ് ഈ കാണുന്നത്. കൊറിയൻ വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ കൊട്ടാരത്തിൻ്റെ പടിപ്പുര. ജോസോൺ രാജവംശത്തിലെ തായ്ജോ എന്ന രാജാവാണ് 1395 ഈ കൊട്ടാരം പണി കഴിപ്പിക്കുന്നത്. ജോസോൺ രാജവംശത്തിലെ അവരുടെ പ്രധാന കൊട്ടാരം ഇതുതന്നെയായിരുന്നു. ഈ പ്രധാന കവാടത്തിനെ ഗോഹോങ്കു ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. 1395 തായ്ജോ രാജാവിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണെങ്കിലും ജപ്പാനും കൊറിയയും തമ്മിലുള്ള യുദ്ധകാലത്ത് ഈ കൊട്ടാരം ജപ്പാൻകാർ തകർത്ത് തരിപ്പണമാക്കി. പിന്നീട് 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ഇത് പുനർനിർമ്മിക്കുകയാണ് ഉണ്ടായത്. ഈ കാണുന്നതാണ് ചെറി ബ്ലോസം. ഈ കൊട്ടാരത്തിനുള്ളിൽ നാഷണൽ പാലസ് മ്യൂസിയം ഓഫ് കൊറിയ, നാഷണൽ ഫോക്ക് മ്യൂസിയം, അമേസിംഗ് ഗാർഡൻ തുടങ്ങിയവ കാണേണ്ടത് തന്നെയാണ്. ചരിത്രപരമായ കെട്ടിടങ്ങളും മനോഹരമായ പൂന്തോട്ടവും സഞ്ചാരികളെ ഇവിടേക്ക് കൂടുതൽ ആകർഷിക്കുന്നു. ദിവസത്തിൽ 2 പ്രാവശ്യം ഇപ്പോഴും ഇവിടെ ഗാർഡ് ചേഞ്ചിങ് സെറിമണി നടത്തപ്പെടുന്നു. കൊറിയയും ജപ്പാനും തമ്മിൽ ഒരു വാറ് നടന്നു. ആ വാറിൻ്റെ പേര് ഇംജിൻ വാർ എന്നാണ്. IMJIN ഇംജിൻ വാർ എന്നാണ്. ഈ സമയത്ത് ഈ കൊട്ടാരം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി ജപ്പാൻകാർ. സൈന്യാധിപന്മാരെയും പ്രജകളെയും രാജാവ് കാണുന്നത് ഈ കാണുന്ന നടുമുറ്റത്ത് വെച്ചാണ്. ഇടതുഭാഗം സൈന്യാധിപന്മാർക്കും വലതുഭാഗം പ്രജകൾക്കും എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇതിനെ ഗോഹോയ് പവലിയൻ എന്നാണ് അറിയപ്പെടുന്നത്. 1412 ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ചവിട്ടുപടിയുടെ ഒരു ഭാഗം രാജാവിനും രാജ്ഞിക്കും മറ്റേ ഭാഗം വിരുന്നുകാർക്കും കയറാനുള്ളതാണ്. കല്ല് പാകിയിട്ടുള്ള വിശാലമായ നടുമുറ്റവും അതിനു മുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഗോഹോങ്കു ഗേറ്റും ഇരുവശങ്ങളിലുള്ള കൊട്ടാര സമുച്ചയങ്ങളും ഇതിൻ്റെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നു എന്നുള്ളത് പറയാതെ വയ്യ. കൊട്ടാരത്തിലെ വാസ്തുവിദ്യകളെല്ലാം തന്നെ പരമ്പരാഗത കൊറിയൻ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൊട്ടാരത്തിൻ്റെ മേൽപ്പുരയും തൂണുകളും രാജാവിൻ്റെ സിംഹാസനവും എല്ലാം തന്നെ മരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മരത്തിലുള്ള കൊത്തുപണികളെല്ലാം കാണേണ്ടത് തന്നെയാണ്. കൊറിയക്കാരുടെ ട്രഡീഷണൽ വസ്ത്ര രീതിക്ക് ഹാൻബോക്ക് എന്നാണ് പറയുന്നത്. ഇതാണ് ഹാൻബോക്ക്. ഇത് ധരിച്ചു വരുന്നവർക്ക് ഇവിടെ ഫ്രീ ആയി കയറാം എന്നവിടെ എഴുതി വച്ചിരിക്കുന്നു. രാജ്ഞിമാർക്കും മന്ത്രിമാർക്കും പരിചാരകന്മാർക്കും മറ്റും ഉള്ള പ്രത്യേകം ഭവനങ്ങൾ നമുക്ക് ഇതിനുള്ളിൽ കാണാൻ പറ്റും. ഇത് രാജ്ഞിയുടെ ബെഡ്റൂമാണ്. അഗതി മന്ദിരങ്ങളും മന്ത്രിമന്ദിരങ്ങളും നടുമുറ്റങ്ങളും തുടങ്ങി അനവധി ഇതിനുള്ളിൽ കാണാനുണ്ട്. വിവാഹശേഷമുള്ള ട്രഡീഷണൽ ഡ്രസ്സാണ് ഈ കണ്ടത്. കൊട്ടാര ആവശ്യങ്ങൾക്കായി വെള്ളമെടുക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കിണറാണിത്.
ഇതിൻ്റെ പേര് സഞ്ജൻജിയോൺ ഹാൾ എന്നാണ്. ഇവിടെ വെച്ചിട്ടാണ് രാജാവ് ഒഫീഷ്യലായിട്ടുള്ള ഭരണമെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നത്. റോയൽ ബാങ്ക്വറ്റ് ഹാൾ എന്നാണ് ഇതിന് പറയുന്നത്. ഇവിടെ വെച്ചിട്ടാണ് കലാപരിപാടികളൊക്കെ രാജാവ് ആസ്വദിക്കുന്നതും കാണുന്നതും മറ്റും ഉണ്ടായിരുന്നത്. വിശാലമായ ഈ പൂന്തോട്ടവും മറ്റും കണ്ടു കഴിയുമ്പോഴേക്കും ഒരു 2 മണിക്കൂറാവും. ഒരു 2 മണിക്കൂർ നല്ലോണം കാണാനുള്ളതുണ്ട് ഈ കൊട്ടാരത്തിനുള്ളിലും എല്ലാം. ഈ പെൺകുട്ടികൾ ധരിച്ചിരിക്കുന്നതാണ് ഹാൻബോക്ക് എന്നുള്ള ട്രഡീഷണൽ ഡ്രസ്സ്. ഇത് വാടകയ്ക്കും കിട്ടും വാങ്ങിക്കാൻ. ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഹാൻബോക്ക് ഡ്രസ്സ് വാടകയ്ക്ക് കൊടുക്കുന്ന അനവധി കടകൾ ഈ കൊട്ടാരത്തിൻ്റെ മുന്നിലുണ്ട്. കൊട്ടാരമെല്ലാം കണ്ട ശേഷം പിന്നീട് ഞങ്ങൾ പോയത് ബുക്ചോൺ ഹനോക്ക് വില്ലേജ് കാണാനാണ്. പണ്ട് സിയോളിൽ ഇങ്ങനെ ആയിരുന്നു. ഇതിലുള്ള വീടുകളുടെ പേര് ഹനോക്ക് എന്നാണ്. ഏകദേശം 900 വീടുകളുണ്ട് ഈ ഗ്രാമത്തിൽ. എല്ലാം മരത്തിൽ തീർത്തിട്ടുള്ള വീടുകളാണ്. വീട്ടിനുള്ളിലേക്ക് ചൂടും തണുപ്പും വരാത്ത വിധത്തിലാണ് ഈ വീടുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. 1392-നും 1897-നും ഇടയിലാണ് ഈ വീടുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഹനോക്ക് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ജോംബോങ്കൂം പാലസിൻ്റെയും ചങ്ടോങ്കൂം പാലസിൻ്റെയും മധ്യത്തിലാണ്. അന്നത്തെ കാലത്തെ ആർട്ടിസാൻ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള രാജ്യശില്പികളുടെ ഭവനങ്ങളാണ് ഈ കാണുന്നതെല്ലാം. പല വീടുകളിലും ഇപ്പോഴും ആൾതാമസമുണ്ട് എന്നുള്ളത് കാരണം കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് എല്ലാവരും സൈലൻ്റ് ആയിരിക്കാൻ പ്രത്യേകം ഗൈഡുകൾ പറയുന്നത് കേൾക്കാം. ഇതിനിടയിൽ ആർട്ട് ഗാലറിയും വർക്ക്ഷോപ്പും റെസ്റ്റോറൻറ്റും തുടങ്ങിയ പലതും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സോളിൽ ഇനിയും ഒരുപാട് കാണാനുണ്ട്. സമയം വൈകുന്നേരമായത് കാരണം കൊണ്ട് ഇന്നത്തെ ടൂറ് ഞങ്ങളിവിടെ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നാളെ വീണ്ടും കാണാം.